Hi students, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചാപ്റ്റർ 1-ലെ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഭാഗമാണ്. ടൈപ്സ് ഓഫ് കോൺട്രാക്ട്, എത്ര തരത്തിൽ കോൺട്രാക്റ്റുകളുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നടത്തിപ്പ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത്. ആദ്യമായി എത്ര ടൈപ്പ് കോൺട്രാക്ട് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. കോൺട്രാക്റ്റുകൾ നമ്മൾ സാധാരണ രീതിയിൽ 4 തരത്തിലാണ് വിഭജിക്കുന്നത്. 4 തരത്തിൽ എന്ന് പറയുമ്പോൾ കുറച്ച് മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് അത് 4 തരത്തിൽ വിഭജിക്കുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻഫോഴ്സിബിലിറ്റി, ഫോർമേഷൻ, പെർഫോമൻസ് ആൻഡ് ഒബ്ലിഗേഷൻ. The contract can be divided into 4 types on the basis of enforceability, formation, performance and obligation. അതിൽ ആദ്യത്തേത് എൻഫോഴ്സിബിലിറ്റി. ഇൻ കേസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി, ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 5 ടൈപ്സ്. എൻഫോഴ്സിബിലിറ്റിയുടെ കാര്യത്തിൽ 5 തരത്തിൽ നമുക്കതിനെ വിഭജിക്കാൻ സാധിക്കും. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാലിഡ്, വോയിഡ്, voidable, illegal and unenforceable. Valid, void, voidable, illegal are enforceable or unenforceable are on the basis of enforceability. മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ഫോർമേഷൻ. On the basis of formation, we can divide a contract into 3 types: express, implied, quasi. ഒരു ഫോർമേഷൻ ബേസിസിൽ നമുക്കൊരു കോൺട്രാക്റ്റിനെ 3 തരത്തിൽ വിഭജിക്കാം: എക്സ്പ്രസ്, ഇംപ്ലൈഡ്, ക്വാസി. And the other one is performance. On the basis of performance, we can divide a contract into 2: executed and executionary contracts. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കോൺട്രാക്റ്റിനെ 2 തരത്തിൽ നമുക്ക് വിഭജിക്കാം. ഒന്ന് എക്സിക്യൂട്ടഡ്, മറ്റൊന്ന് എക്സിക്യൂഷണറി എന്ന് പറയുന്ന ഭാഗം. നാലാമതായി, ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ലിഗേഷൻ വി ക്യാൻ ഡിവൈഡ് എ കോൺട്രാക്ട് ഇൻ ടു യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. ഒബ്ലിഗേഷന്റെ ബേസിൽ നമുക്ക് യൂണിലാറ്ററലുമായി ബൈലാറ്ററലുമായി ഒരു കോൺട്രാക്റ്റിനെ വിഭജിക്കാം. അങ്ങനെ we can divide a contract or types of contract into 4: enforceability, formation, performance, obligation. Enforceability. എന്താണ് എൻഫോഴ്സിബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വാട്ട് ഈസ് എൻഫോഴ്സിബിലിറ്റി ഇൻ ദ ടേംസ് ഓഫ് ലോ, which we are going to discuss in this chapter or in this part. In case of enforceability, we can divide into 5 types: valid, void, voidable, illegal and unenforceable. എൻഫോഴ്സിബിലിറ്റി ബേസിൽ നമുക്ക് 5 തരത്തിൽ ഒരു കോൺട്രാക്ട് ചെയ്യാം. അത് വാലിഡ്, വോയിഡ്, വോയിഡബിൾ, ഇല്ലീഗൽ, അൺഎൻഫോഴ്സിബിൾ എന്നുള്ള കാറ്റഗറി. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് പ്രത്യേകമായി നോക്കാം. എൻഫോഴ്സിബിലിറ്റിയുടെ ബേസിൽ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടുന്നത് സെക്ഷൻ 2 ക്ലോസ് എച്ച് പ്രകാരമാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 2 ക്ലോസ് എച്ച്. As per Indian Contract Act, Section 2 Clause H, we are getting the definition of enforceability, and they are, as per that section, it explained like this: an agreement enforceable by law is a contract. നിയമപരമായി പ്രാബല്യത്തിലുള്ള ഏതൊരു എഗ്രിമെന്റിനെയും കോൺട്രാക്റ്റായി പ്രഖ്യാപിക്കാം എന്നാണ് സെക്ഷൻ 2 ക്ലോസ് എച്ച് പറയുന്നത്. ആ എൻഫോഴ്സിബിലിറ്റിയുടെ ഭാഗം പൂർണ്ണമാവണമെങ്കിൽ അതിന് സെക്ഷൻ 2 ക്ലോസ് എച്ച് മാത്രമല്ല, സെക്ഷൻ 10 എന്ന് പറയുന്ന ഭാഗം കൂടി നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടതുണ്ട്. നമുക്ക് സെക്ഷൻ 10 എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ സെക്ഷൻ 10 എന്ന് പറയുന്നത് കോൺട്രാക്ട് എഗ്രിമെന്റിന്റെ ഡെഫിനിഷനാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെന്റ് ഓഫ് പാർട്ടീസ് competent to contract for a lawful consideration with a lawful object and are not hereby expressly declared to be void. ഇതിന്റെ ഡെഫിനിഷനെ പറ്റി ഞാൻ ഓൾറെഡി പ്രീവിയസ് ആയ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അത് ദയവേത് കാണുക.
എല്ലാ കോൺട്രാക്റ്റുകളും നിയമപരമായി ഉണ്ടാക്കിയിരിക്കുന്ന ഏതൊരു കോൺട്രാക്റ്റിലും ഒരു ഫ്രീ കൺസെന്റ്, കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്, ലോഫുൾ കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റ്, അതോടൊപ്പം തന്നെ നിരോധിക്കപ്പെടാത്ത ഏതൊരു കോൺട്രാക്റ്റിനെയും അല്ലെങ്കിൽ എഗ്രിമെന്റിനെയും കോൺട്രാക്ട് എന്ന് പറയും. ഞാൻ അതിൽ അടിവരയിട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഒരു കാര്യം, ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട് ഇഫ് ദേ ആർ എൻഫോഴ്സിബിൾ ബൈ ലോ. എല്ലാ അഗ്രിമെന്റുകളും കോൺട്രാക്റ്റ് ആണ് നിയമപരമായി അത് പാലിച്ചു പോകുന്നതാണെങ്കിൽ എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തതായി എന്താണ് എൻഫോഴ്സിബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ ഇനി പറയുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. എൻഫോഴ്സിബിലിറ്റി മീൻസ് എൻഫോഴ്സിംഗ് ദ ലോഫുൾ ഒബ്ലിഗേഷൻ ആൻഡ് ടേംസ് ഓഫ് എ കോൺട്രാക്ട് ത്രൂ കോർട്ട് ഓഫ് ലോ ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ ലംഘനം ഉണ്ടാവുമ്പോൾ ആ കോൺട്രാക്റ്റിലെ ഒബ്ലിഗേഷൻസും ടേംസും നിയമപരമായി കോടതിയിലൂടെ നടപ്പിലാക്കുന്ന ആ പ്രവൃത്തിനെയാണ് എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് എൻഫോഴ്സിബിലിറ്റി പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റിയാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ നിയമം നടപ്പിലാക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഇതിൽ പറയുന്നത്. ദ ലോ ഗ്യാരണ്ടീസ് ദ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഓർ എൻ എഗ്രിമെന്റ് ഇഫ് ദ കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ് ആർ മെയ്ഡ് ബൈ ലോഫുൾ മാനർ. നിയമപരമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോൺട്രാക്ട് പൂർത്തീകരിക്കാൻ നിയമം അനുവദിക്കുമെന്നാണ്, അല്ലെങ്കിൽ അതിനെ സാധിക്കും, അങ്ങനെ ചെയ്തു തരുമെന്നാണ് ലോ ഗ്യാരണ്ടി ചെയ്തു തരുന്നത്. ഇഫ് വി ആർ മേക്കിംഗ് എ ലോ, അബൈഡ് ബൈ ദ ലോ, നിയമം അനുസരിച്ച് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിയമപരമായ ഒരു കോൺട്രാക്ട് ആവുകയും ആ കോൺട്രാക്ട് പൂർത്തീകരിക്കാൻ നിയമം സഹായിക്കുമെന്നാണ് ഇതിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ നിയമപരമായ ഒരു കോൺട്രാക്ട് അല്ല ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കാൻ നിയമം സഹായിക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടിയും ഇതിൻ്റെ അകത്തുണ്ട്. The law does not guarantee the performance of unlawful contract or agreement if the contract or agreement are made by unlawful manner. Unlawful manner എന്ന് പറയുന്നത് നിയമം അനുശാസിക്കാത്ത രീതിയിൽ, നിയമം പറയാത്ത രീതിയിൽ കോൺട്രാക്ട് ഉണ്ടാക്കുക. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ നടപ്പിലാക്കാൻ നിയമം സമ്മതിക്കുകയില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അടുത്തതായി എൻഫോഴ്സിബിലിറ്റിയുടെ ആദ്യത്തെ പോയിന്റ് വാലിഡ് കോൺട്രാക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് വാലിഡ് കോൺട്രാക്റ്റിന് എന്ന് നമുക്ക് നോക്കാം. ഒരു വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അത് ഒന്ന് പൂർത്തീകരിക്കുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിലൂടെ കടന്നു പോകണമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഓഫർ, ആക്സെപ്റ്റൻസ്. അങ്ങനെ ഒരു ഓഫറും ആക്സെപ്റ്റൻസും ഉണ്ടാവണമെങ്കിൽ, ആ ആക്സെപ്റ്റൻസ് അവിടെ കൊടുക്കണമെങ്കിൽ ആ ആക്സെപ്റ്റൻസ് ചെയ്യുന്ന വ്യക്തി ഫ്രീ കൺസെന്റ് ആയിരിക്കണം, പൂർണ്ണമായ സമ്മതം ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ആക്സെപ്റ്റൻസ് പൂർണ്ണമായ സമ്മതത്തോടെ വരുന്ന ഒരു കാര്യമാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കൺസിഡറേഷൻ വരുമ്പോൾ അവിടെ വാലിഡ് കോൺട്രാക്ട് ലോഫുൾ ഒബ്ജക്റ്റിന്റെ കാര്യവും പറയുന്നുണ്ട്. വാലിഡ് കോൺട്രാക്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ വാലിഡ് കോൺട്രാക്റ്റിൽ നിന്ന് കോമ്പിറ്റന്റ് ടു പാർട്ടീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് കൊടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ പ്രായപൂർത്തിയാവണം എന്നുള്ള കാര്യങ്ങൾ വരണം. അങ്ങനെ ലീഗലി ഇന്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ ഒബ്ലിഗേഷൻ. ഒരു വാലിഡ് കോൺട്രാക്ട് ഉണ്ടാവുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ പ്രോമിസർ ഓർ പ്രോമിസി മസ്റ്റ് മേക്ക് എ ലീഗൽ റിലേഷൻഷിപ്പ്, ലീഗൽ ടു ക്രിയേറ്റ് എ ലീഗൽ ഒബ്ലിഗേഷൻ. അവർ തമ്മിൽ നിയമപരമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വാലിഡ് കോൺട്രാക്റ്റിലൂടെ സാധ്യമാകുന്നത്. വാലിഡ് കോൺട്രാക്റ്റിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നമ്മുടെ ആക്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് സെക്ഷൻ 2 ക്ലോസ് H ആണ്. An agreement enforceable by law is called contract. Is a contract എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ആദ്യം വരേണ്ടത് സെക്ഷൻ 2 ക്ലോസ് H ആണ്.
An agreement enforceable by law is a contract. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുന്നുണ്ട്, ആസ് പെർ സെക്ഷൻ 10 all agreements are contract if they are made by the free consent of party competent to contract for a lawful consideration with a lawful object and are not here expressly declared to be void. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതി വരേണ്ടത്. ഇതെല്ലാം എഴുതി കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ you have to write like this: if any of the above condition is not fulfilled while creating a contract or an agreement, then it became void in the eyes of law. മേൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 2 ക്ലോസ് എച്ച് പ്രകാരവും സെക്ഷൻ 10 പ്രകാരവും പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ വോയിഡ് കോൺട്രാക്റ്റായി നിയമത്തിന്റെ കണ്ണിൽ പ്രഖ്യാപിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഡെഫിനിഷന്റെ ആദ്യ സെന്റൻസ് സെക്ഷൻ 2 ക്ലോസ് എച്ച് എഴുതണം. അത് കഴിഞ്ഞാൽ സെക്ഷൻ 10 എഴുതണം. പിന്നെ മൂന്നാമത്തെ കാര്യം ഈ എബവ് കണ്ടീഷൻ നോട്ട് ഫുൾഡ് എന്നുള്ള ആ കാര്യം പറയണം. അടുത്തതായി വോയിഡ് കോൺട്രാക്ട്. എന്താണ് വോയിഡ് കോൺട്രാക്ട് എന്നതിനെ പറ്റിയാണ് ഇനി പറയുന്നത്. വോയിഡ് കോൺട്രാക്റ്റിന് സിനോണിംസ് കുറച്ചുണ്ട്. അതിന് ഇല്ലീഗൽ കോൺട്രാക്ട് എന്നും അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്നും പര്യായ പദങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇല്ലീഗൽ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റുകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വോയിഡ് കോൺട്രാക്റ്റിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് നിയമപരമായി അസാധുവായിരിക്കുന്നതാ അല്ലെങ്കിൽ സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിയമപരമായി അസാധുവായിരിക്കുന്ന കോൺട്രാക്റ്റുകളെ നമ്മൾ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്നും പറയും. അതുകൊണ്ടാണ് അവിടെ അൺഎൻഫോഴ്സിബിൾ എന്ന് പറയുന്ന ഒരു പര്യായമായി ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷെ അതിന് പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസുകളുണ്ട്. വോയിഡ് ആവണമെങ്കിൽ അതിന് പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ് ഉണ്ട്. എന്നാൽ ഇല്ലീഗൽ കോൺട്രാക്ട്, സംടൈംസ് വി നെയിം ഇല്ലീഗൽ കോൺട്രാക്ട്സ് ആർ വോയിഡ് കോൺട്രാക്ട്സ്. ഇല്ലീഗൽ കോൺട്രാക്ട്സ് നമ്മൾ ഒരു വോയിഡ് കോൺട്രാക്റ്റായി പറയാറുണ്ട്. മറ്റൊന്നുമല്ല, ഇല്ലീഗലായ ആക്ടുകൾ ലോ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ വോയിഡായി നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾ ഇല്ലീഗൽ കോൺട്രാക്ട്സ് ആർ നോട്ട് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു വേർഡിംഗ് ഉണ്ട്. എല്ലാ ഇല്ലീഗൽ കോൺട്രാക്റ്റുകളും അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റുകളല്ല. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. അത് ഒന്നുകൂടി ഒന്ന് കാണുക. അതുകൊണ്ടാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കുറച്ച് നിയമത്തിൻ്റെ കാര്യങ്ങൾ പറയും. എന്തുകൊണ്ട് എല്ലാ ഇല്ലീഗൽ കോൺട്രാക്ട്സുകളും അൺഎൻഫോഴ്സിബിൾ അല്ല, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, മിസ്റ്റേക്ക് ഓഫ് ലോ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ ഇവിടെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഓൾ ഇല്ലീഗൽ എഗ്രിമെന്റ്സ് ആർ നോട്ട് അൺഎൻഫോഴ്സിബിൾ എന്ന് പറയാൻ കാരണം, കോൺട്രാക്ട്സ് എന്ന് പറയാൻ സാധിക്കാത്തത്. വോയിഡ് കോൺട്രാക്ട്സ്, വാട്ട് ഈസ് എ വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സെന്റൻസ് വരുന്നത് അതിൻ്റെ ഡെഫിനിഷനാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം സെക്ഷൻ 2 ക്ലോസ് ജെ പറയുന്നത് എ കോൺട്രാക്ട് വിച്ച് ഈസ് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു കോൺട്രാക്ട് എപ്പോഴാണോ നിർത്തലാവുന്നത്, നിയമപരമായി നിർത്തലാവുന്നത്, ആ നിമിഷം അതിനെ വോയിഡ് കോൺട്രാക്ട് എന്ന് പ്രഖ്യാപിക്കും. എ കോൺട്രാക്ട് വിച്ച് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ. Whenever that contract became ceased by the enforceability of law, then it became a void contract. രണ്ടാമതായി നമ്മൾ എഴുതേണ്ടത് സെക്ഷൻ 2 ക്ലോസ് ജി പ്രകാരമുള്ള ഡെഫിനിഷനാണ്. An agreement not enforceable by law is a void contract. സെക്ഷൻ 2 ക്ലോസ് ജിയിൽ പറയുന്നത് ഒരു എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റാത്ത, ലോപരമായി എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റാത്ത ഏതൊരു എഗ്രിമെന്റിനെയും വോയിഡായിട്ട് പ്രഖ്യാപിക്കും. ഈ രണ്ട് ഡെഫിനിഷനിൽ രണ്ടും ഒന്നല്ല. സെക്ഷൻ 2 ക്ലോസ് ജെ പറയുന്നത് കോൺട്രാക്റ്റിനെ പറ്റിയാണെങ്കിൽ സെക്ഷൻ 2 ക്ലോസ് ജി പറയുന്നത് എഗ്രിമെന്റിനെ പറ്റിയാണ്, വോയിഡായ എഗ്രിമെന്റിനെ പറ്റിയാണ്. സാധാരണ ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ഭാഗമാണ്. വാട്ട് ഈസ് എ വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വരേണ്ടത് സെക്ഷൻ 2 ക്ലോസ് ജെ ആണ്. അത് കഴിഞ്ഞിട്ടേ ജി വരാൻ പാടുള്ളൂ.
അതേസമയം വാട്ട് ഈസ് എ വോയിഡ് എഗ്രിമെന്റ് എന്നുള്ള വൺ വേർഡ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എഴുതേണ്ടത് സെക്ഷൻ 2 ക്ലോസ് ജി ആണ്, ജെ അല്ല. അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്. പക്ഷേ ഇത് ഇവിടെ ചേർത്തിരിക്കുന്ന വോയിഡ് കോൺട്രാക്റ്റിന്റെ കൺസെപ്റ്റിൽ വരുന്നത് കൊണ്ടാണ്. ഇനി സെക്ഷൻ 2 ക്ലോസ് ജെയോ ജിയോ മാത്രം ഉണ്ടായാൽ പോരാ വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ. അതിന് കുറച്ചും കൂടി കാര്യങ്ങൾ ഉണ്ട്. അതാണ് സെക്ഷൻ 11, 12, 13, 14, 15, 16, 17, 18 പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ അതിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ലംഘനമോ അനുസരിച്ചോ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയും വോയിഡ് ആയിട്ട് പ്രഖ്യാപിക്കും. ഇഫ് എനി കോൺട്രാക്ട് വിച്ച് ഈസ് ഇൻഡ്യൂസ്ഡ് or breached by any provisions which start from 11 to 20, then it became a void contract. നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ആദ്യത്തെ സെക്ഷൻ 11 നോക്കാം. ഏജ് മെജോറിറ്റി. ഒരു കോൺട്രാക്റ്റിൽ ഒരു പ്രായപരിധി ഉണ്ട്. അതിൻ്റെ മുകളിലുള്ളവർക്ക് മാത്രമേ ഒരു കോൺട്രാക്റ്റ് ഒപ്പിടാനുള്ള അധികാര അവകാശങ്ങളുള്ളൂ. ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്നു, അത് കാണുക. സെക്ഷൻ 12 പറയുന്ന അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് ആയ ഒരു വ്യക്തിക്ക് ഒരു കോൺട്രാക്റ്റ് കൂടാനുള്ള അധികാര അവകാശങ്ങളില്ല. പക്ഷെ ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷനെ പറ്റിയും ഇതിനെ പറ്റിയുള്ള ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കൺസെന്റ്. കൺസെന്റ് എന്ന് പറയുന്നത് സമ്മതം. എങ്ങനെയാണ് ഒരു പൂർണ്ണമായ സമ്മതം ഉണ്ടാവുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ അതിനും സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുണ്ട്, അതും കാണുക. പൂർണ്ണമായ സമ്മതം എന്ന് പറയുന്നത് സെക്ഷൻ 14 ആണ്. എങ്ങനെയാണ് ഒരു പൂർണ്ണമായ സമ്മതം ഉണ്ടാവുന്നത്? ഒരു സമ്മതത്തിൻ്റെ ഉള്ളിൽ കൊയേഷൻ, അൺഡു ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഓർ ലോ, അൺലോഫുൾ ഒബ്ജക്റ്റ്, അൺലോഫുൾ കൺസിഡറേഷൻ എന്നിവ വരികയാണെങ്കിൽ അതൊരിക്കലും ഒരു ഫ്രീ കൺസെൻ്റായി മാറുകയില്ല എന്നുള്ളതാണ്. ഇതിനെയും പറ്റിയും ഞാൻ വളരെ വൈഡായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണണം. ഫ്രീ കൺസെന്റിന്റെ അകത്ത് കൊയേഷൻ എന്താണ്? കൊയേഷൻ എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരാളെ ഭീഷണിയിലൂടെ ഒരു കോൺട്രാക്റ്റിൽ ഭാഗമാക്കുക. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ വോയിഡായും വോയിഡബിൾ ആയും പ്രഖ്യാപിക്കാറുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. അൺഡു ഇൻഫ്ലുവൻസ്, വശീകരണം. വശീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിലൂടെ ഒരു കോൺട്രാക്റ്റിന്റെ ഭാഗമാക്കുന്നവരെ വോയിഡായും വോയിഡബിൾ ആയും പ്രഖ്യാപിക്കാറുണ്ട്. സെക്ഷൻ 17 ഫ്രോഡ്, സെക്ഷൻ 18 മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, അൺലോഫുൾ ഒബ്ജക്റ്റ്, അൺലോഫുൾ കൺസിഡറേഷൻ എന്നുള്ള കാര്യങ്ങളിലും വോയിഡും വോയിഡബിലിറ്റിയും വരാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കും. വോയിഡബിൾ കോൺട്രാക്ട്സ്. സാധാരണഗതിയിൽ ഏതൊരു സ്റ്റുഡൻറ്റിനെയും കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ഭാഗമാണ് വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്റ്റ് സാധാരണ എല്ലാ സ്റ്റുഡൻസിനും ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ഭാഗം തന്നെയാണ്. അതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് ഐ പ്രകാരം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 2 ക്ലോസ് ഐ പ്രകാരമാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കത് നോക്കാം. എൻ എഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ പാർട്ടീസ് but not at the option of other or others in is a voidable contract. അതായത് ഒന്നോ അതിൽ കൂടുതലുള്ള വ്യക്തികൾ ഒരു എഗ്രിമെന്റ് സീസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ആ നിമിഷം അതൊരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. എ ബി സി ഡി എന്ന് പറയുന്നവർ ഒരു കോൺട്രാക്റ്റ് കൂടി. അതിലെ സിയും ഡിയും ആ കോൺട്രാക്റ്റ് കൂടുന്ന സമയത്ത് അവരുടെ ആ കോൺട്രാക്റ്റ് കൂടാനുള്ള സമ്മതം അൺഡു ഇൻഫ്ലുവൻസ് വഴിയാണ് വന്നത്, അല്ലെങ്കിൽ കൊയേഷൻ വഴിയാണ് വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ സിയും ഡിയും ഒരു സുപ്രഭാതത്തിൽ ആ കോൺട്രാക്റ്റിൽ നിന്ന് ആ സമ്മതം പിൻവലിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്ന നിമിഷം മുതലാണ് ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആവുന്നത്. There is a situation that A, B, C, D made a contract. However, the consent of C and D to the contract is made by undue influence. C and D, then that contract became voidable at the option of C and D.
C&D തീരുമാനിക്കുകയാണ് ആ കോൺട്രാക്ട് ഞങ്ങൾ സീസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ആ നിമിഷത്തിൽ തന്നെ അവിടെ വോയിഡബിൾ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വാലിഡ് ആയ ഒരു പെർട്ടിക്കുലർ നിമിഷം വരെ വാലിഡ് ആയിരുന്ന ഒരു കോൺട്രാക്ട് അതിലുള്ള ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും നിയമപരമാവാത്ത കാരണങ്ങളാൽ വോയിഡ് ആക്കാൻ തീരുമാനിക്കുന്ന ആ പ്രോസസ്സിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതിലെ ഒരു വേർഷനും കൂടിയുണ്ട്. നിയമം അനുശാസിക്കുന്ന അല്ലെങ്കിൽ നിയമം അനുശാസിക്കാത്ത കാര്യങ്ങളിലൂടെ ഒരു കോൺട്രാക്ട് വോയിഡ് ആക്കിയാൽ അതിന് വോയിഡബിൾ കോൺട്രാക്ട് എന്നാണ് പറയുക. അങ്ങനെയുള്ള വോയിഡബിൾ കോൺട്രാക്റ്റിൽ ഒരിക്കലും ഒരു കോമ്പൻസേഷൻ സ്റ്റേജ് ഉണ്ടാവുകയില്ല. നിയമപരമായി പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കില്ല. മറ്റൊരു സിനേറിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ABCD എന്ന് പറയുന്നവർ കോൺട്രാക്ട് കൂടി. അങ്ങനെ C&D അതിൽ നിന്ന് പിന്മാറുകയാണ്. A and B ആ കോൺട്രാക്ട് നടപ്പിലാക്കാൻ വേണ്ടി കോടതിയിൽ പോവുകയും C&D ലുണ്ടായിരുന്ന ഒരു കൊയേഷനോ അണ്ടർ ഇൻഫ്ലുവൻസോ മിസ്റെപ്രസെൻറ്റേഷനോ അങ്ങനെ 14 മുതൽ അല്ലെങ്കിൽ 15 മുതൽ 20 വരെ ഒരു തരത്തിലും ആ നിയമത്തിന് ലംഘനം വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഇൻഡ്യൂസ്മെൻറ്റും വന്നിട്ടില്ലെങ്കിൽ then it is a clear case of breach of contract and A and B can sue or make compensation from C&D. അങ്ങനെയുള്ള അവസ്ഥകളിൽ A&Bക്ക് കോൺട്രാക്ട് നടപ്പിലാക്കാൻ C&Dയിലൂടെ നടപ്പിലാക്കാൻ സാധിക്കും. എന്നാൽ സെക്ഷൻ 15 മുതൽ 20 വരെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉൾപ്പെട്ടുകൊണ്ടാണ് അവരുടെ കൺസെന്റ് വന്നതെങ്കിൽ കോടതി ആ നിമിഷം മുതൽ, അതറിയുന്ന ആ നിമിഷം മുതൽ ആ വാല്യൂഡായ കോൺട്രാക്റ്റിനെ ആ നിമിഷം മുതൽ വോയിഡബിൾ ആയി പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ വാലിഡായ ക്ലോസുകൾ സർവൈവ് ആവുകയും വാലിഡ് ആവാത്ത വോയിഡായ ക്ലോസുകൾ വോയിഡായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് തരത്തിലാണ് ഇത് സംഭവിക്കുന്നത് അവിടെ. അപ്പോൾ ഒരു വാല്യൂഡ് സ്റ്റേജിൽ ഇരുന്ന കോൺട്രാക്ട് പെടുന്നതിനെ അതിലെ പാർട്ടികളോ അല്ലെങ്കിൽ കോടതിയോ വോയിഡബിൾ ആക്കി പ്രഖ്യാപിക്കുന്ന രീതി, അതിന് സെക്ഷൻ 15 മുതൽ 20 വരെയുള്ള കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്ന് ഉൾപ്പെട്ടതായിരിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടിയാണ്. അങ്ങനെ കൊയേഷനോ അണ്ടർ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആ കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അതിനെ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് C&Dയുടെ പേരിലേക്ക് ആ ബാധ്യത വരികയാണ് ചെയ്യുന്നത്. വോയിഡബിൾ കോൺട്രാക്റ്റിൽ സാധാരണ കണ്ടുവരുന്ന ഒരു മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ വന്നു പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രീ കൺസെന്റ്, കൊയേഷൻ, അണ്ടു ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ. ഭീഷണിയിലൂടെയോ വശീകരണത്തിലൂടെയോ ഫ്രോഡ് ആയിട്ടോ മിസ്റെപ്രസെൻ്റ് ആയിട്ടോ ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമാകുകയും ഏതാനും നാളുകൾക്ക് ശേഷം ആ പറയുന്ന വ്യക്തി ആ കോൺട്രാക്റ്റിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എടുക്കുന്ന ആ തീരുമാന നിമിഷം ആ വാലിഡ് കോൺട്രാക്ട് വോയിഡബിൾ കോൺട്രാക്റ്റായി മാറും. If any person who are induced by coercion, undue influence, fraud, misrepresentation, and made a part of a contract, later he realized about the situation that the consent is made by this following terms: coercion, undue influence, fraud, and misrepresentation. Due to that reason, he made a decision that he is not accepting or is not performing that contract. From that time onwards, that valued contract became a voidable contract. അടുത്തതായിട്ടുള്ളത് ഇല്ലീഗൽ കോൺട്രാക്ട്. The next one is illegal contract. What is an illegal contract? Illegal contract means it is forbidden by law. നിയമപരമായി നിരോധിക്കപ്പെട്ട് വസ്തുതകൾ കൊണ്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയും. If it defeat any provision of law, നിയമപരമായി ഏതെങ്കിലും പ്രൊവിഷൻ, അത് കോൺട്രാക്ട് ആക്ടിൻ്റെ ആവാം, മറ്റേതെങ്കിലും നിയമപരമായി ബാധിക്കപ്പെടുന്ന ഏതെങ്കിലും നിയമത്തിന് ഡിഫീറ്റ് ചെയ്യുന്ന തരത്തിലാണെങ്കിലും ആ കോൺട്രാക്റ്റുകൾ ഇല്ലീഗലാക്കാം.
അത് കോൺട്രാക്ട് ആക്ടിലെയോ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിലെയോ ആക്ടിലെയോ അല്ലെങ്കിൽ മറ്റേത് നിയമമായിക്കോട്ടെ, ഇന്ത്യയിൽ നിലവിൽ വന്നിരിക്കുന്ന ഏത് നിയമത്തിനും എതിരുമായി ആ കോൺട്രാക്ട് പ്രവർത്തിക്കുന്നതിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയും ഇല്ലീഗലാക്കാം. കോൺട്രാക്ട് ആക്ടിലെ പ്രൊവിഷനിൽ മാത്രമല്ല, മറ്റേത് നിയമത്തിലെയും കോൺട്രാക്റ്റിലെ പ്രൊവിഷന് എഗെയിൻസ്റ്റ് നിൽക്കുകയാണെങ്കിൽ അത് ഇല്ലീഗൽ കോൺട്രാക്ട് ആണ്. ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡായി പ്രവർത്തിച്ചുണ്ടാക്കുന്ന കോൺട്രാക്റ്റുകൾ ഇല്ലീഗൽ കോൺട്രാക്ട് ആക്കാം. ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് ഇഞ്ചുറി ടു എ പേഴ്സൺ ഓർ എ പ്രോപ്പർട്ടി, ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്കോ ഇഞ്ചുറി വരുത്തുന്ന തരത്തിലുള്ള ഏത് കോൺട്രാക്റ്റുകളും ഇല്ലീഗൽ കോൺട്രാക്റ്റ് ആവാക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സ്ഥലം വാടകയ്ക്ക് കൊടുത്തു. ആ വാടകയ്ക്ക് കൊടുത്ത സ്ഥലത്ത് ഇരിക്കുന്ന ആ പ്രോപ്പർട്ടിയിൽ ആസിഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും അങ്ങനെ ആ പ്രോപ്പർട്ടിയിൽ നശിപ്പിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ വാടക കരാർ ഇല്ലീഗലായി പോവും എന്നാണ് ഇതിൽ നിന്ന് ചുരുക്കുന്നത്. കോർട്ട് റിഗാർഡഡ് ആസ് ഇമ്മോറൽ, കോടതി ഒരു കാര്യം ഇമ്മോറലായി പ്രഖ്യാപിക്കുകയും ആ ഇമ്മോറലായി പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളും ഇല്ലീഗൽ കോൺട്രാക്ട് ആകും. എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി, സമൂഹത്തിനെതിരായി പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ചെയ്തു കൂട്ടാനും വെക്കുന്ന കോൺട്രാക്റ്റുകളെ നമ്മൾ ഇല്ലീഗൽ കോൺട്രാക്റ്റായി പ്രഖ്യാപിക്കും. ഓൾ ഇല്ലീഗൽ കോൺട്രാക്ട്സ് ആർ വോയിഡ്, നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ. എല്ലാ ഇല്ലീഗൽ കോൺട്രാക്റ്റും നിയമപരമായി അസാധുവാണ്, അതോടൊപ്പം തന്നെ നിയമപരമായി പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കാത്തതുമാണ്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റിന്റെ സിറ്റുവേഷൻ പല തരത്തിലാണ്. ഞാൻ നേരത്തെ ഈ ക്ലാസ്സിന്റെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞു, എല്ലാ ഇല്ലീഗൽ കോൺട്രാക്റ്റുകളും അൺഎൻഫോഴ്സിബിൾ അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇല്ലീഗൽ കോൺട്രാക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ there are contracts which are made by law. അതായത് ഒരു കോൺട്രാക്ട് നിയമത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കി എന്നിരിക്കട്ടെ, എന്നാൽ ടെക്നിക്കലായതോ സർക്കംസ്റ്റാൻസിലായോ ഡിഫക്റ്റുകൾ കൊണ്ട് ആ കോൺട്രാക്റ്റുകൾ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ഫസ്ട്രേറ്റഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്ന ടേം ഉൾപ്പെടുത്തി നമ്മൾ പഠിക്കുന്നത്. ഫസ്ട്രേറ്റഡ് കോൺട്രാക്ട്സ്, അതായത് പ്രോമിസറും പ്രോമിസിക്കും ആ കോൺട്രാക്ട് നടപ്പിലാക്കാനുള്ള ആഗ്രഹവും പ്രശ്നങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്, അത് നടപ്പിലാക്കാനുള്ള സാഹചര്യവും ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ അവരെടുത്തു. പക്ഷേ പ്രകൃതിപരമായ സാഹചര്യങ്ങൾ കൊണ്ട് അത് നടപ്പിലാകുന്നില്ല, അതിന് ബുദ്ധിമുട്ടുകൾ ഏറുന്നു. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് ഫസ്ട്രേറ്റഡ് കോൺട്രാക്ട് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു കൺസ്ട്രക്ഷൻ നടത്താനായിട്ട് ബിക്ക് ഒരു കോൺട്രാക്ട് കൊടുത്തു. അങ്ങനെ ആ കോൺട്രാക്ടറിന്റെ പൂർത്തീകരണത്തിനായി ആ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ തീരുമാനിച്ച ആ ദിവസം ആ സ്ഥലത്ത് ഒരു ഫ്ലഡ് വരികയാണ്. എയുടെയോ ബിയുടെയോ കുറ്റം കൊണ്ടല്ല അവിടെ ഫ്ലഡ് വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ആക്ട് ഓഫ് ഗോഡ്, നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് വന്നിരിക്കുന്ന. അപ്പോൾ എയ്ക്ക് ആ കോൺട്രാക്ട് പൂർത്തീകരിക്കണം, ബിക്കും അത് പൂർത്തീകരിക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കംസ്റ്റാൻസസ്, അതായത് അതിൻ്റെ സാഹചര്യങ്ങൾ അത് അനുകൂലമാവാത്തത് കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ കൊണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫ്ലഡൊക്കെ വന്നപ്പോൾ പല കൺസ്ട്രക്ഷനും മുടങ്ങിപ്പോയി, പക്ഷെ കോൺട്രാക്ട് അലൈവ് ആണ്. അതിനെയാണ് ഫസ്ട്രേറ്റഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അൺഎൻഫോഴ്സിബിളുടെ കാര്യമെന്ന് പറയുന്നത്, ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഉള്ള നിയമം ഈ രാജ്യത്ത് ഉണ്ടാവുകയില്ല. അപ്പോൾ ആ നിയമങ്ങൾ കൊണ്ടുണ്ടാക്കിയ കോൺട്രാക്ട് നമ്മുടെ രാജ്യത്ത് എൻഫോഴ്സിബിൾ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയും അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് കാറ്റഗറിയിൽ പെടാറുണ്ട്. മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു നിയമത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന കോൺട്രാക്ട് ആ നിയമം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അത് എൻഫോഴ്സ് ചെയ്യാൻ ഇന്ത്യൻ നിയമത്തിന് സാധിക്കുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയും അൺഎൻഫോഴ്സിബിളായി പ്രഖ്യാപിക്കും. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് വാർ, എനിമി നേഷൻ. നമ്മുടെ ഇപ്പോഴത്തെ
നാട്ടില് നമുക്കറിയാം ഒരു നമ്മുടെ എല്ലാ രാജ്യങ്ങളും ഒരു രാജ്യത്തിന് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് തമ്മിലുള്ള കരാറുകൾ ഓട്ടോമാറ്റിക്കലി വോയിഡായി മാറുകയാണ്. നമ്മുടെ അതിർത്തിയിൽ നടന്ന ഒരു കോൺഫ്ലിക്റ്റ് കാരണം ആ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായി നമ്മുടെ ഒരു രാജ്യത്തിന്റെ കരാറുകൾ നിരോധിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരു ന്യൂസൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടിരുന്നു. ഈവൺ ദോ ആ കോൺട്രാക്റ്റുകളുടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിലും ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ എനിമിയായി കരുതി അതിൻ്റെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റുകൾ ഈവൺ ദോ അത് വാലിഡ് കോൺട്രാക്റ്റ് ആയി വരുന്നതാണെങ്കിലും അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റിന്റെ കാറ്റഗറിയിൽ അത് വരും. മറ്റൊരു കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓർ ആക്ട് ഓഫ് ഗോഡ്. പ്രകൃതിപരമായ ബുദ്ധിമുട്ടുകൾ, പ്രകൃതിപരമായ അസ്വസ്ഥതകൾ കാരണം കോൺട്രാക്റ്റുകൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്. ഫസ്ട്രേറ്റഡ് കോൺട്രാക്ട്സ് ആണ് സാധാരണ ഈ ടേമിൽ വരുന്നത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇൻവാലിഡ് കോൺട്രാക്ട്സ്, അതായത് ഇൻവാലിഡ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ്. ഇപ്പോൾ പ്രകൃതിപരമായ സാഹചര്യങ്ങളുണ്ട്, കോൺട്രാക്റ്റിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട്, പക്ഷേ പ്രോപ്പറായ സ്റ്റാമ്പ് ഡ്യൂട്ടി അതിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞു, കോൺട്രാക്ട് ആക്ടിന്റെ നിയമങ്ങൾ മാത്രമല്ല മറ്റേത് നിയമവും, ഇന്ത്യയിലുള്ള മറ്റേത് നിയമത്തിനെയും ഡിഫീറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിനെ വോയിഡ് ആവുകയും അങ്ങനെ ആ കോൺട്രാക്റ്റുകളെ അൺഎൻഫോഴ്സിബിൾ ആയി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് ഞാൻ മുമ്പത്തെ സ്ലൈഡിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം നിയമം പാലിച്ചുകൊണ്ട് ആ കോൺട്രാക്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കേരള രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഫീസ് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ, സ്റ്റാമ്പ് കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയും വോയിഡായി അൺഎൻഫോഴ്സിബിൾ ആയി പ്രഖ്യാപിക്കുന്നതാണ്. പാർട്ട് 2 ഫോർമേഷൻ സ്റ്റേജിൽ എത്ര ടൈപ്പ് കോൺട്രാക്ട് ഉണ്ട് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഓഫറും അല്ലെങ്കിൽ പ്രോമിസറും പ്രോമിസിയും തമ്മിലുള്ള മ്യൂച്വൽ എഗ്രിമെന്റിന്റെ ക്ലോസുകളെ കൊണ്ടാണ് നമ്മൾ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്, അല്ലെ? ആ കോൺട്രാക്റ്റുകൾ നമ്മൾ എഴുതുകയാണ്. ആ ക്ലോസുകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പേപ്പറിൽ എഴുതി വരുന്നതാണ് ഒരു കോൺട്രാക്റ്റ് ആയി വരുന്നത്, അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുന്ന ഒരു കാര്യമാണ് കോൺട്രാക്റ്റ് ആയി വരുന്നത്. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ നമ്മൾ 2 തരത്തിലാണ് ഫോർമേഷൻ സ്റ്റേജിൽ പറയുന്നത്. ഒന്ന് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ആ പേപ്പറിൽ അല്ലെങ്കിൽ ആ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന ക്ലോസുകളിൽ അടിസ്ഥാനമായി വരുന്ന കോൺട്രാക്റ്റുകളെയാണ് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓൾ കോൺട്രാക്ട്സ് ആർ മെയ്ഡ് ഇൻ ദിസ് ഫോം. അതായത് എക്സ്പ്രസ് കോൺട്രാക്റ്റുകളുടെ ക്ലോസുകളിൽ വളരെ റിട്ടൺ ആയോ വേർഡ്സ് പരമായിട്ടോ എഴുതപ്പെട്ടിരിക്കും. എക്സ്പ്രസ് എഗ്രിമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെക്ഷൻ 9 ആണ് അതിന്റെ ഡിഫൈൻ ചെയ്യുന്നത്. പ്രപ്പോസൽ, ആക്സെപ്റ്റൻസ് ഓർ എനി പ്രോമിസ് ഈസ് മെയ്ഡ് ഇൻ ദ വേർഡ്സ് ഓർ എക്സ്പ്രസ് പ്രോമിസ് വിച്ച് ലെഡ് ടു എൻ എഗ്രിമെന്റ്. എക്സ്പ്രസ് ആയിട്ടുള്ള ഒരു പ്രോമിസ് വേർഡ് പരമായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രസ് എഗ്രിമെന്റ് ആയി പ്രഖ്യാപിക്കുമെന്നാണ് സെക്ഷൻ 9 പ്രകാരം കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത്. ഇംപ്ലോയിഡ് എഗ്രിമെന്റ്സ് ഓർ ഇംപ്ലോയിഡ് കോൺട്രാക്ട്സ്, ഇതിൻ്റെ ഒരു ബാഹ്യമായ അല്ലെങ്കിൽ വളരെ മനസ്സിലാവുന്ന രൂപമാണ് നിങ്ങളുടെ ആ പിക്ചറിൽ കാണുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഈ വീഡിയോ പ്രകാരം ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഇംപ്ലോയിഡ് ആയ ടേംസിലാണ് നിങ്ങൾക്ക് സബ്ജക്റ്റ് മനസ്സിലാവണമെന്നും മനസ്സിലായാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ളത് ഒരു ഇംപ്ലോയിഡ് ആയ ടേമാണ്. സാധാരണ നിങ്ങൾ അത് ചെയ്യാറുള്ളതാണ്. അത് തന്നെ നിങ്ങൾ ഇതിൽ ഓർത്താൽ മതി. ഇംപ്ലോയിഡ് ആയ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംപ്ലോയിഡ് ആയ എഗ്രിമെന്റ് എന്ന് പറയുന്നത് പറയാതെ ചെയ്യുന്ന കാര്യങ്ങൾ, അത് അവിടെ എക്സ്പ്രസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാൽ അത് എഗ്രിമെന്റിൽ പാലിച്ചു പോകേണ്ട കാര്യങ്ങളാണ്
ഇവിടെ ഇംപ്ലൈഡ് എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. നമുക്കത് വീണ്ടും ഒന്നുകൂടി നോക്കാം. വേർ ദ ഓഫർ ഓർ ആക്സെപ്റ്റൻസ് മെയ്ഡ് നോട്ട് ബൈ യൂസ് ഓഫ് വേർഡ്സ് ബൈ ദ കണ്ടക്ട് ഓൺലി. ഒരു പ്രവൃത്തി മൂലം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി മൂലമാണ് അത് ചെയ്യുന്നെങ്കിൽ അതിനൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കാവുന്നതാണ്. ഇറ്റ് ഫോംസ് ഫ്രം സർക്കംസ്റ്റാൻസസ് ഓർ സിറ്റുവേഷൻ. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു സർക്കംസ്റ്റാൻസസിലോ ഒരു സിറ്റുവേഷനിലോ ഉണ്ടാവുന്നതാണ്. അതിനൊരു സ്റ്റെപ്സ് ഒന്നും ഉണ്ടാവില്ല. പ്രോമിസർ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ എന്നുള്ള സ്റ്റെപ്സ് ഒന്നും ഉണ്ടാവും. ഇറ്റ്സ് ജസ്റ്റ് എ സർക്കംസ്റ്റാൻസൽ ആൻഡ് എ സിറ്റുവേഷൻ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബി ഗോട്ട് an accident on the course of his journey. A stranger took him to the hospital and paid necessary expense and saved B from death. After his arrival, B paid A's amount with a thankful nature for his help. ഇവിടെ ബി എന്ന് പറയുന്ന വ്യക്തി ഒരു ആക്സിഡന്റിൽ പെടുകയും എ എന്ന് പറയുന്ന വ്യക്തി ബിനെ സഹായിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ സഹായത്തിൽ ബി രക്ഷപ്പെടുകയും അങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബി എക്ക് ചെലവായ എമൗണ്ടും മറ്റു കാര്യങ്ങളും കൊടുക്കേണ്ട ഒരു ബാധ്യത അവിടെ വരികയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇൻ ഹിയർ ദർ ഇസ് നോ എക്സ്പ്രസ് കോൺട്രാക്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈ ഒരു സിനേറിയോയിൽ, ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സർക്കംസ്റ്റാൻസസിൽ ബിയോ എയോ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നില്ല. എക്ക് ബിക്ക് ഒരു ആക്സിഡന്റ് പറ്റുമെന്നും അങ്ങനെ ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എ സഹായിച്ചു കൊള്ളാമെന്നുള്ള ഒരു എക്സ്പ്രസ് കോൺട്രാക്ട് ഇല്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു ഇംപ്ലോയിഡ് ആയ മനുഷ്യത്വത്തിന്റെ പുറത്ത് എ അത് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ബിക്ക് ഒരു ബാധ്യത വരികയാണ്, എക്ക് വന്നിരുന്ന എക്സ്പെൻസ് എടുക്കുക എന്നുള്ളത്. ക്വാസി കോൺട്രാക്ട്. ഇംപ്ലോയിഡ് കോൺട്രാക്റ്റിന്റെ ഒരു വേർഷനാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇംപ്ലോയിഡ് കോൺട്രാക്റ്റുകളുടെ പല പ്രത്യേകതകളും ക്വാസി കോൺട്രാക്റ്റിലുണ്ട്. ക്വാസി കോൺട്രാക്റ്റിൽ ഒരിക്കലും ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയില്ല. ക്വാസി കോൺട്രാക്റ്റിൽ ഒരു സ്റ്റെപ്സ്, പ്രപ്പോസൽ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, പ്രോമിസ് എന്നുള്ള സ്റ്റെപ്സും കാണുകയില്ല. ഒരു കോൺട്രാക്റ്റിലുള്ള മാനദണ്ഡങ്ങളെല്ലാം ഇതിൽ ഉണ്ടാവുകയില്ല. എന്നാൽ ഒരു കോൺട്രാക്ട് പോലെ തന്നെ നിയമപ്രാബല്യമുള്ള ഒരു കാര്യമാണ് ക്വാസി കോൺട്രാക്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു പിക്ചർ കാണിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു കൂലി, നിങ്ങളൊരു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു കൂലിക്കാരൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ആ കൂലിക്കാരൻ വന്നു, നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. അദ്ദേഹം നിങ്ങളുടെ പെട്ടിയും മറ്റു കാര്യങ്ങളും എടുത്ത് നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾ അദ്ദേഹത്തിനോട് പെട്ടി എടുക്കാനോ സഹായിക്കാനോ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ആ കൂലിക്കാരൻ അത് കണ്ടറിഞ്ഞ് നിങ്ങളെ ആ കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുകയാണ്. എന്തിനാണ് ആ കൂലിക്കാരൻ അങ്ങനെ ചെയ്തത്? എന്താണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്? കൂലിക്കാരൻ ഇതിന് പകരം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അത് ആ കൂലി വേലയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പറയുന്ന സ്ഥലത്ത് അത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പേയ്മെന്റ് ചെയ്യണം എന്നുള്ളത് ഒരു ഇംപ്ലോയിഡ് ആയ ഒരു കോൺട്രാക്റ്റ് ആണ്, നിങ്ങളും അദ്ദേഹം തമ്മിൽ. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ പ്രപ്പോസല് കൂലിക്കാരന് കൊടുക്കുകയും ആക്സെപ്റ്റൻസ് കൂലിക്കാരൻ തിരിച്ചു നൽകുകയും ഒന്നും ചെയ്യുകയില്ല. അതെല്ലാം ഇംപ്ലോയിഡ് ആയിട്ട് നടക്കുകയാണ്. എല്ലാവർക്കും പരസ്പരമായ ഒരു ധാരണയുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അത് മാനിച്ചുകൊണ്ട് ആ കൂലിക്കാരൻ അതെടുത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത് സെമി കോൺട്രാക്റ്റ് ആണ്. നിയമപരമായി പ്രാബല്യത്തിലുള്ള കോൺട്രാക്റ്റുകളെ തന്നെയാണ് അവിടെ പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ എ ക്വാസി കോൺട്രാക്ട് ഇറ്റ് ഈസ് ഓൾസോ എ കോൺട്രാക്ട് വിച്ച് ഇസ് വാലിഡ് ബൈ ലോ.
For example, B arrived at a railway station and stand in front of the railway station for a taxi. A taxi driver who is a stranger to B predicted B's intention and took his taxi, that means A's taxi, in front of B for giving service to B. Neither B or A made a contract between them, but A took him to the destination and for that service B paid to A. Neither A or B made a agreement or a contract before this transaction took place. But still they made a mutual agreement and performed that mutual agreement, and B got paid for that service. This type of contract is a quasi contract. Part 3, performance. പെർഫോമൻസ് തരത്തിലുള്ള കോൺട്രാക്റ്റുകളെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് എ കോൺട്രാക്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. 2 തരത്തിലാണ് പെർഫോമൻസ് ബേസിസിൽ ഒരു കോൺട്രാക്ട് ഡിവൈഡ് ചെയ്യുന്നത്. വൺ ഈസ് എക്സിക്യൂട്ടഡ്, ദ അതർ വൺ ഈസ് എക്സിക്യൂഷണറി കോൺട്രാക്ട്സ്. ഒന്ന് എക്സിക്യൂട്ടർ കോൺട്രാക്ട് എന്നും മറ്റൊന്നിനെ എക്സിക്യൂഷണറി കോൺട്രാക്ട് എന്നും പറയും. എക്സിക്യൂട്ടർ കോൺട്രാക്ട് ഒരു പാസ്റ്റ് ടെൻസ് ഫോമാണ് എക്സിക്യൂട്ടർ കോൺട്രാക്ട് എന്ന് പറയുന്നത്. An executor contract is a contract which have performed in recent times. Its parties started performing its obligation. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ കോൺട്രാക്ട് ഉണ്ടാക്കുകയും അതിൻ്റെ പെർഫോമൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലുള്ളതാണ് എക്സിക്യൂട്ടർ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വലിയ വലിയ കമ്പനികളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വലിയ വലിയ കമ്പനികൾ കോൺട്രാക്റ്റുകൾ ചേരുമ്പോൾ അത് ഒപ്പിട്ട ദിവസമല്ല അതിൻ്റെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. അത് പ്രത്യേകമായി ആ കോൺട്രാക്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ആ ദിവസങ്ങളിൽ അത് പ്രവർത്തിച്ചില്ലെങ്കിൽ മാത്രമാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉത്ഭവപ്പെടുന്നത്. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് എക്സിക്യൂട്ടർ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സാധാരണഗതിയിൽ ഒരു കോൺട്രാക്റ്റിൽ 3 തരത്തിലുള്ള ഒബ്ലിഗേഷൻസ്, 3 തരത്തിലുള്ള ഡ്യൂട്ടീസ് ഉത്ഭവിക്കുന്നുണ്ട്. അതാണ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലുള്ള ഒബ്ലിഗേഷൻസ് ഒരു കോൺട്രാക്റ്റിൽ വാലിഡ് ആണ്. ദ ഒബ്ലിഗേഷൻ ദാറ്റ് ആർ ഓൾറെഡി പെർഫോം ബിലോങ് ടു പാസ്റ്റ്. ഓൾറെഡി പെർഫോം ചെയ്ത ഒബ്ലിഗേഷൻസ് പാസ്റ്റിലോട്ടും, ദാറ്റ് ആർ പെർഫോമിങ് റൈറ്റ് നൗ ആർ പ്രസന്റ്, അതായത് പെർഫോം ചെയ്യാൻ പോകുന്ന പ്രസന്റിലോട്ടും, ഹാവ് ടു ബി പെർഫോം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസിലോട്ടും പോകുന്നു. അങ്ങനെ 3 തരത്തിൽ നമുക്ക് ഒബ്ലിഗേഷൻ തരംതിരിക്കാൻ ഒരു കോൺട്രാക്റ്റിൽ സാധിക്കും. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഒബ്ലിഗേഷൻ വാലിഡ് ആണോ എന്നുള്ള ചോദ്യമാണ് ഇനി നമ്മൾ ഉത്തരം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്തുന്നു. അതിനാദ്യമായി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് സെക്ഷൻ 2 ക്ലോസ് ഡി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. അതിലെന്താണ് പറയുന്നത്? അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. പ്രോമിസറിന്റെയോ പ്രോമിസിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെയോ തീരുമാനം. എന്തിനുള്ള തീരുമാനം? ഒരു പ്രവൃത്തി ചെയ്യാമെന്നോ മറ്റൊരു പ്രവൃത്തി ചെയ്യാതിരിക്കാമെന്നോ ഉള്ള തീരുമാനം. എപ്പോഴുള്ള തീരുമാനം? പ്രസന്റ് ആവാം, പാസ്റ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. അങ്ങനെയുള്ള തീരുമാനങ്ങളെയും നിരോധത്തിനെയും പ്രോമിസുകളെയും കൺസിഡറേഷനായി കൂട്ടുന്നു എന്നാണ് സെക്ഷൻ 2 ക്ലോസ് ഡിയിൽ പറയുന്നത്. ഇത് തന്നെയാണ് ഒബ്ലിഗേഷന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഈ ഒബ്ലിഗേഷൻ എങ്ങനെയാണ് വരുന്നത്? ഒബ്ലിഗേഷൻ എങ്ങനെയാണ് വരുന്നത്? ഫ്രം എ വാല്യൂഡ് കൺസിഡറേഷൻ ഇറ്റ് ഫോംസ് എ പ്രോമിസ്. ഫ്രം എ പ്രോമിസ് ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഒബ്ലിഗേഷൻ ടു ദ പാർട്ടി ഹു ഗീവ്സ് ദാറ്റ് പ്രോമിസ്. ഒരു വാല്യൂഡ് കൺസിഡറേഷനിൽ നിന്നാണ് ഒരു പ്രോമിസ് ഉത്ഭവിക്കുന്നത്. അങ്ങനെയുള്ള പ്രോമിസുകൾ ആ പ്രോമിസ് ചെയ്ത വ്യക്തിക്ക് ഒരു ഒബ്ലിഗേഷൻ, ഒരു ഡ്യൂട്ടിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത് വാലിഡിറ്റി ആയി മാറുന്നത്. ഫോർ എക്സാമ്പിൾ, എ പ്രോമിസ് ടു ബി ടു ഡെലിവർ എ പ്രോഡക്റ്റ് ഫോർ 100 rupees.
100 രൂപയ്ക്ക് എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാമെന്ന് പറയുന്നു. സോ ഇറ്റ് ഈസ് ദ എ's ഒബ്ലിഗേഷൻ ടു ഡെലിവർ ദ പ്രോഡക്റ്റ് ടു ബി ഫോർ ദ സെയിം പ്രൈസ്. അപ്പൊ എയുടെ ഡ്യൂട്ടിയാണ് ബിക്ക് ആ പ്രോഡക്റ്റ് ആ പറയുന്ന പ്രൈസിൽ കൊടുക്കുക എന്നുള്ളത് എയുടെ ഡ്യൂട്ടിയാണ്. ഇതാണ് ഒബ്ലിഗേഷന്റെ വാലിഡിറ്റിയിൽ പറയുന്നത്. അപ്പൊ പാസ്റ്റിലോ പ്രസന്റിലോ ഫ്യൂച്ചറിലോ ഒബ്ലിഗേഷൻസ് എല്ലാം വാലിഡ് ആണ് എന്നാണ് ഇതിലൂടെ പ്രസ്താവിക്കുന്നത്. സോ ദ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒബ്ലിഗേഷൻസ് ആർ വാലിഡ് ഇൻ ദിസ് ലോ ഓർ ത്രൂ ദ ലോ. എക്സിക്യൂഷണറി കോൺട്രാക്ട്. സാധാരണ ഇങ്ങനത്തെ കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് പോകേണ്ട കോൺട്രാക്റ്റുകളെയാണ് എക്സിക്യൂഷണറി കോൺട്രാക്ട്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഒബ്ലിഗേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ദിസ് കോൺട്രാക്ട് ഇസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിലാണ് ഇതിന്റെ നടത്തിപ്പ് അല്ലെങ്കിൽ നടക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി എക്സിക്യൂഷണറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ, എ പ്രോമിസ് ടു ബി ടു ഡെലിവർ എ പ്രോഡക്ട്സ് ഫോർ 100 rupees. So it is the A's obligation to deliver the product to B for the same price. എ കോൺട്രാക്ട് കൂടിയിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്നായിരിക്കും, പക്ഷെ അത് ഡെലിവർ ചെയ്യേണ്ടത് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ 2 ആഴ്ച എന്നുള്ളത് ഫ്യൂച്ചറിലേക്കാണ് എടുക്കുന്നത്. അതാണ് അവിടെ എക്സിക്യൂഷണറി കോൺട്രാക്ട് ആയിട്ട് വരുന്നത്. From a valid consideration it forms a promise, and from a promise it creates an obligation to the party who gives the said promise. ഒരു വാലിഡ് കൺസിഡറേഷനിൽ നിന്ന് ഒരു പ്രോമിസും അങ്ങനെയുള്ള പ്രോമിസിൽ നിന്ന് പാർട്ടിക്ക് ഒരു ഒബ്ലിഗേഷൻ വരികയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായും എക്സിക്യൂഷണറി കോൺട്രാക്റ്റിൽ പറയുന്നത്. അടുത്തതായി ഒബ്ലിഗേഷൻ. ലാസ്റ്റ് പാർട്ടാണ് ഒബ്ലിഗേഷൻ എന്നത്. സാധാരണഗതിയിൽ ഒബ്ലിഗേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2: യൂണിലാറ്ററൽ കോൺട്രാക്ട്സ്, ബൈലാറ്ററൽ കോൺട്രാക്ട്സ്. യൂണിലാറ്ററലും ബൈലാറ്ററൽ കോൺട്രാക്ട്സ്. യൂണിലാറ്ററൽ എന്ന് പറയുന്നത് കോൺട്രാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മിസ്റ്റേക്ക് പരമായിട്ടോ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിന്റെ കണ്ടീഷൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വോയിഡായി പോകുമെന്നാണ് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് കോൺട്രാക്ട് ഈസ് വൺ സൈഡ് കോൺട്രാക്ട്സ് വിച്ച് ഓൺലി വൺ പാർട്ടി ഹാസ് ടു പെർഫോം ഒബ്ലിഗേഷൻ. അതായത് ഒരു വ്യക്തിക്ക് പ്രോമിസർ ആയിരിക്കും സാധാരണ ഇതിൻ്റെ അകത്ത് വരുന്നത്. പ്രോമിസർ ഒരു കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നു. പ്രോമിസിക്ക് അതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല. അതിൻ്റെ ക്ലോസുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എഗ്രിമെൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആപ്പിൻ്റെ എഗ്രിമെൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും മുമ്പ് എഗ്രി എന്ന് പറയുന്നൊരു ബട്ടണിൽ നമ്മൾ അമർത്തുന്നുണ്ട്. അതൊക്കെ ഒരു ആപ്പിൻ്റെ എഗ്രിമെൻ്റ് ആണ്. അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് എന്തൊക്കെ തരത്തിൽ യൂസ് ചെയ്യണം എന്നുള്ള മാനദണ്ഡങ്ങൾ കാണിച്ചുകൊണ്ടാണ് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ സോഫ്റ്റ്വെയർ, അത് ആപ്പായാലും സോഫ്റ്റ്വെയർ ആയാലും ശരി, അങ്ങനെ അതിന് മുന്നോടി ഉണ്ടായിരിക്കുന്ന എഗ്രിമെൻറ്റിൽ അതിൻ്റെ യൂസേഴ്സിന് ഒരു ക്ലോസ് ചേർക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളെയാണ് വൺ സൈഡ് എഗ്രിമെൻറ്റ്സ് ഓർ യൂണിലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് മാത്രമാണ് അതിൻ്റെ അകത്ത് ക്ലോസുകളും കണ്ടീഷൻസും ചേർക്കാനുള്ള അധികാര അവകാശങ്ങൾ കാണൂ. ബൈലാറ്ററൽ കോൺട്രാക്ട്സ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കോൺട്രാക്റ്റിൻ്റെ അകത്ത് ഉള്ള പ്രോമിസറും പ്രോമിസിയും പരസ്പരം ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൈമാറുകയും അത് പാലിച്ചാൽ മാത്രമേ ഈ കോൺട്രാക്റ്റ് സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് ബൈലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. പ്രോമിസറിന് കുറേ കണ്ടീഷൻസ് ഉണ്ടാവും, പ്രോമിസിക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. ഇത് 2 പേര് പാലിച്ചാൽ മാത്രമാണ് ആ കോൺട്രാക്റ്റ് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളതാണ് ബൈലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് വിളിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും കാര്യങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ യുവർ നൈസ് കോപ്പറേഷൻസ് വിത്ത് മീ ഇൻ ദിസ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.